വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2026 ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്നലെ ജൂൺ 24 പബ്ലിഷ് ചെയ്തു. ഇനി ജൂൺ 24 പബ്ലിഷ് ചെയ്തു. അതിൻ്റെ അഡ്മിഷൻ നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. 30-ാം തീയതി വരെയാണ് അതിൻ്റെ അഡ്മിഷൻ. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടത് ഇനിയുള്ള സാധ്യതകളാണ്. ഇനി അലോട്ട്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത്. ഇനി അഡ്മിഷൻ നടക്കാനുള്ളത് സ്പോർട്സ് കോട്ട അഡ്മിഷൻ നടക്കാണ്ട്, ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ട അഡ്മിഷൻ നടക്കാണ്ട്, എയ്ഡഡ് കോളേജിലെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷൻ നടക്കാണ്ട്. ഇതിൻ്റെയൊക്കെ റാങ്ക് ലിസ്റ്റ് 29-ാം തീയതി പബ്ലിഷ് ചെയ്യും. ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്കുള്ള അഡ്മിഷൻ 30-ാം തീയതി ആരംഭിക്കും. ജൂലൈ 1-ാം തീയതി ക്ലാസ് തുടങ്ങും. അത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് അലോട്ട്മെന്റ് കിട്ടിയവരും കിട്ടാത്തവർക്കും എഡിറ്റിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഓക്കെ, എഡിറ്റിംഗ് ഇല്ലാത്ത ഒരു കൂട്ടരുണ്ട്. അവരെന്ന് പറയുന്നത് അവർക്ക് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത ആൾക്കാരുണ്ടാവും. അവർക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കില്ല. ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത ആളുകൾക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്ഷനിലെ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ എടുത്ത ആളുകൾക്കും എഡിറ്റിംഗ് ചെയ്യാൻ കഴിയില്ല. ബാക്കി എല്ലാവർക്കും എഡിറ്റിംഗ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പുതിയ കോളേജുകൾ കൊടുക്കാം, പുതിയ ഓപ്ഷനുകൾ കൊടുക്കാം, നിലവിൽ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം, നിലവിൽ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള അവസരമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? ഈ വരുന്ന ജൂലൈ 7-ാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓരോ കോളേജിലെയും ഓരോ കോഴ്സിന്റെയും അപേക്ഷിച്ചവരുടെ മാർക്കിന്റെ ഇൻഡെക്സ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഏതിന്റെ അടിസ്ഥാനത്തിൽ? 4-ാം തീയതിക്കുള്ളിൽ പുതുതായി രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളെയും 4-ാം തീയതി 30-ാം തീയതിക്കും 4-ാം തീയതിക്കുള്ളിൽ എഡിറ്റിംഗ് ചെയ്ത വിദ്യാർത്ഥികളെയും ഇനി എഡിറ്റിംഗ് ചെയ്യാതെ ഉള്ള വിദ്യാർത്ഥികളും അവരൊക്കെ ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടും. പക്ഷെ ഒരു കൂട്ടർ ഉൾപ്പെടില്ല. ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടില്ല. അതുപോലെ തന്നെ കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് ഹയർ ഓപ്ഷൻ എല്ലാം ഡിലീറ്റ് ചെയ്തവരും ആ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടില്ല. അവരൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പുതിയ അവരുണ്ടാവില്ല, ബാക്കി എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവരെ അപേക്ഷിച്ച ഓപ്ഷനുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പൊ 10-ാമത്തെ ഓപ്ഷനാണ് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടി നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ മുകളിലുള്ള 9 ഓപ്ഷനിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്യാം. ഇനി വേണമെങ്കിൽ എഡിറ്റ് ചെയ്തിട്ട് പുതിയ ഓപ്ഷനുകൾ ആഡ് ചെയ്യാം. അവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും പിന്നീടുള്ള അഡ്മിഷൻ. ആ അഡ്മിഷൻ 10-ാം തീയതി മുതൽ ജൂലൈ 20 വരെയുള്ള തീയതികളിൽ നടക്കും. ആ തീയതികളിൽ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോളേജിൽ നിന്ന് വിളിക്കും. നിങ്ങൾക്ക് ഉൾപ്പെട്ട കോളേജിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കോൾ വരും. ആ സമയത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യെസ് എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. അലോട്ട്മെന്റ് അല്ല, റാങ്ക് ലിസ്റ്റ് വഴിയാണ് അഡ്മിഷൻ. നിങ്ങൾക്ക് ഒരു കോളേജിൽ നിന്ന് വിളിച്ചു, നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. അപ്പൊ ഇനി എഡിറ്റിംഗ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പോകൂല തോന്നുന്ന കോളേജുകളൊക്കെ ഡിലീറ്റ് ചെയ്യുക. വെറുതെ കുറെ കോളേജ് ലിസ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. കുറെ വലിയ റാങ്ക് ലിസ്റ്റ് ഒന്ന് കോളേജുകൾ വിളിക്കാൻ കുറെ സമയം എടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള ഓപ്ഷൻ മാത്രം കൊടുത്തുകൊണ്ട് എഡിറ്റ് ചെയ്യുക. പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവരും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നു തോന്നുന്ന കോളേജുകളൊക്കെ കൊടുത്തുകൊണ്ട് ലേറ്റ് രജിസ്ട്രേഷൻ ചെയ്യാം. പിന്നീട് ജൂലൈ 15 മുതൽ വീണ്ടും ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്. അത് പല മാനേജ്മെന്റ് കോട്ടയിലൊക്കെ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അന്ന് മുതൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നവരെയുള്ള ദിവസങ്ങളിലൊക്കെ ഈ റാങ്ക് ലിസ്റ്റ് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ലേറ്റ് രജിസ്ട്രേഷൻ സൗകര്യം ഉണ്ടായിരിക്കും. ഇനിയുള്ള അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ പ്രൊവിൻഷ്യൽ റാങ്ക് ലിസ്റ്റിൽ നിന്നുള്ള അഡ്മിഷനാണ്. അതേപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കോട്ട, മാനേജ്മെന്റ് കോട്ടയുടെ അഡ്മിഷൻ, കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ, സ്പോർട്സ് കോട്ടയുടെ അഡ്മിഷൻ. കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് 29-ാം തീയതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ റാങ്ക് ലിസ്റ്റ് എന്നുള്ള വിദ്യാർത്ഥികളെ കോളേജുകൾ വിളിക്കും. 30-ാം തീയതി മുതലാണ് വിളിക്കുക. 30-ാം തീയതി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം, ഇല്ലെങ്കിൽ നോ എന്ന് പറയാം. അത് നിങ്ങളുടെ ചോയ്സ് ആണെന്ന് കൂടി അറിയിക്കുകയാണ്. എയ്ഡഡ് കോളേജിലാണ് കമ്മ്യൂണിറ്റി കോട്ട ഉണ്ടാവുക എന്നുള്ളത് കൂടി അറിയിക്കുന്നു. ഓക്കെ.